ഹായ് ഓൾ. നമ്മൾ ഇന്നൊരു ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ജിയോ തെർമൽ ഗ്രേഡിയൻ്റ് എന്ന് പറഞ്ഞ ടേമാണ്. ജിയോ തെർമൽ ഗ്രാഡിയൻ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് എർത്ത്സ് ടെമ്പറേച്ചർ ഇൻക്രീസസ് വിത്ത് ഡെപ്ത്. നമുക്ക് എല്ലാവർക്കും അറിയാം, എർത്തിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ എർത്തിൻ്റെ ഡെപ്തിലോട്ട് പോകുമ്പോൾ അവിടെ എന്ത് ഇൻക്രീസ് ചെയ്യും? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അതിനൊരു പാറ്റേൺ ഉണ്ട്. അതാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് എർത്തിൻ്റെ ഇൻറ്റീരിയറിലോട്ട് പോകുമ്പോൾ ആദ്യത്തെ ഒരു 100 കിലോമീറ്റർ എടുക്കുകയാണെങ്കിൽ ഓരോ കിലോമീറ്റർ താഴേക്ക് പോകുമ്പോഴും സൂം ചെയ്യാം, ഓരോ കിലോമീറ്റർ താഴേക്ക് പോകുമ്പോഴും അവിടെ 15 to 30 ഡിഗ്രി സെൽഷ്യസ് കൂടും. അടുത്ത നെക്സ്റ്റ് ഒരു 1 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ പിന്നെയും ഒരു 15 to 30 ഡിഗ്രി സെൽഷ്യസ് കൂടും. അതായത് ഇപ്പോൾ ആദ്യം 1 കിലോമീറ്റർ കുടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 20 ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ പിന്നെ അടിക്ക് പോകുമ്പോൾ അത് 40 ഡിഗ്രിയോ പിന്നെ 60 ഡിഗ്രിയോ അങ്ങനെയാണ് പോവുക. 15 to 30 ഡിഗ്രി സെൽഷ്യസ് എന്നാണ് പറയുന്നത്. ഇത് ആദ്യത്തെ ഒരു 100 കിലോമീറ്റർ വരെ മാത്രമാണ് ഇങ്ങനെ. അതായത് 1 കിലോമീറ്റർ താഴേക്ക് പോകുമ്പോഴും 15 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ്, 15 to 30 ഡിഗ്രി സെൽഷ്യസ് ഇൻക്രീസ് ചെയ്ത് വരുന്നത്. അപ്പോൾ ആദ്യത്തെ 100 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് 0.8 ഡിഗ്രി സെൽഷ്യസ് വെച്ച് ഓരോ കിലോമീറ്റർ താഴേക്ക് വരുമ്പോൾ കൂട്ടല്ലോ. 100 ഡിഗ്രി, എന്താണ് ആ ഒരു ബൗണ്ടറി? 100 കിലോമീറ്റർ. ഈ ഒരു ബൗണ്ടറി കഴിഞ്ഞ് പിന്നെ താഴോട്ട് പോകുമ്പോൾ ഓരോ കിലോമീറ്റർ കഴിഞ്ഞാൽ 0.8 ഡിഗ്രി സെൽഷ്യസ് ആണ് കൂടുക. ചെറിയൊരു ടോപ്പിക്കാണ്, ഞാൻ ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. ജിയോഡിൻ്റെ ബാച്ചസ് ഓൺഗോയിങ് ആണ്. മന്ത്ലി 500 റുപ്പീസാണ് ഫീസ് സ്ട്രക്ചർ വരുന്നത്. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് DM ചെയ്താൽ മതി. താങ്ക് യു.